നമസ്കാരം. മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രം എൻ്റെ ഓണാശംസകൾ. ഇത്തവണ തിരുവോണമായല്ലോ. ഇനിയിപ്പം ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ തിരുവോണം എന്ന് പറഞ്ഞ ദിവസത്തിന്. വാസ്തവത്തിൽ തിരുവോണത്തിന് മുൻപാണ് ഓണത്തിൻ്റെ ആഘോഷം. തിരുവോണ ദിവസം ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആഹാരം കഴിച്ച് അവരേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ തിരുവോണ ദിവസം ഓണമില്ല എന്ന് പറയാം. ഇതാ ഓണം വരുന്നു എന്ന് പറയുന്നതാണ് ഓണാഘോഷം. അപ്പോൾ അത്തം തുടങ്ങി 9 ദിവസമാണ് ഓണാഘോഷം. തിരുവോണത്തിന് ഓണാഘോഷമൊന്നും ഉണ്ടാവില്ല, ഒരു ഊണ് അത്രമാത്രം. ഏതായാലും ഇത്തവണ എനിക്ക് ഓണം ഇല്ല. അതിന് കാരണം ആത്യന്തികമായിട്ട് ഞാനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണല്ലോ. ഇവിടെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ വന്ന കുറച്ച് പോലീസുകാർ, അതിൽ ആ ഷാജഹാൻ എന്ന് പറയുന്ന SHO, അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. കാരണം ചാർജ് ചെയ്ത കേസ് പ്രകാരം എന്നെ വിളിച്ചു കൊണ്ടുപോകാം, സ്റ്റേഷൻ ജാമ്യം തരേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മഹിമ, നല്ലൊരു മുസൽമാനായതുകൊണ്ട്, നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴാദികളും കൂടി എന്നെ തുടക്കത്തിൽ ഇന്ന് ഞങ്ങളൊപ്പം വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വരണമെന്നൊന്നും ചോദിച്ചില്ല. ഞാനൊന്ന് കുളിച്ചോട്ടെ ചോദിച്ചു, കുളിച്ചോളാൻ പറഞ്ഞു. കുളിച്ചു കഴിഞ്ഞ് കുളിക്കാൻ പോയപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞ മറ്റേ ഞാൻ കൂടുതൽ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല സാറ് പുറത്തുണ്ട്, വന്നിട്ട് വീടിൻ്റെ പുറത്ത്. ഞാൻ വന്നിട്ട് പറഞ്ഞു സ്വാമി ഒരു കാര്യം ചെയ്യൂ, സ്വാമി ഒരാഴ്ചക്കുള്ളിൽ സൗകര്യം പോലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ വരാം, ഞാൻ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു. ശരി, തിങ്കളാഴ്ച പോയി. ഓക്കെ, അറിയാലോ എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നിയമവശം എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എനിക്ക് തോന്നിയ പോലെ ഇതിപ്പോൾ എപ്പോഴാണ് സമൻസ് വരിക എന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാവണം. കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ഞാൻ ഏതായാലും കുറ്റം സമ്മതിക്കും. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ പ്രായം വെച്ച് എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മലപ്പുറം വരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബസ് കയറി റെയിൽവേ സ്റ്റേഷനിൽ പോയി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി കോയമ്പത്തൂർ വന്ന് അവിടെ നിന്ന് പിന്നെ പാലക്കാട് വന്ന് പാലക്കാട് നിന്ന് മലപ്പുറത്ത് വന്ന് നടക്കണ കാര്യമല്ല. തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറ്റം സമ്മതിക്കും. കുറ്റം സമ്മതിച്ചാൽ ജയിലിൽ പോകും. അപ്പോൾ ജയിലിലായിരിക്കും ചിലപ്പോൾ എൻ്റെ ഓണം ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ കിടന്നിട്ട് ഞാൻ എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പോലീസ് കസ്റ്റഡിയിൽ, ആത്യന്തികമായിട്ട് പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കയ്പ് നീര്, അതിൻ്റെ ഒരു അസുഖം എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ദുർഗന്ധം എനിക്ക് പുറത്തുണ്ട്. അപ്പോൾ പിന്നെ എന്തോ ഓണം. എനിക്ക് എല്ലാ വർഷവും ഓണം വരുന്ന സമയത്ത് ഓണാശംസകളുമായിട്ട് ഒരുപാട് ആളുകൾ, ചുരുങ്ങിയത് 1000 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പലരും എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോഴേ വിളി ആരംഭിച്ചു. അങ്ങനെ വിളിക്കുന്നവരോട് ഞാൻ പറയുന്നു എനിക്കിത്തവണ ഓണം ഇല്ല എന്ന്. ഞാനത് വെറുതെ പറയുന്നതല്ല. ആണ് ഞാൻ മുമ്പ് പറഞ്ഞത്, എപ്പോഴാണ് സമൻസ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനിരിക്കുന്ന സ്ഥലത്ത് വേറെ സ്ഥലത്ത് നീങ്ങാൻ പറ്റില്ല. സമൻസ് വരിക എൻ്റെ പഴയ അഡ്രസ്സിലാണ് വരിക. ഞാൻ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയാലോ. അപ്പോൾ ആയതുകൊണ്ട് എൻ്റെ കെട്ട് മുറുകിയിരിക്കുകയാണ്. സമൻസ് വന്നാൽ എപ്പോഴും ജയിലിൽ പോകുമെന്നറിയില്ല. ഇനി ഓണത്തിന് 9 ദിവസമുണ്ട്. അതിനകത്ത് ഞാൻ ജയിൽ കയറിയിട്ട് അവിടുത്തെ അവിടെ ഓണസദ്യ ഉണ്ടാകും. ജയിലിലേക്ക് ഓണസദ്യ, നല്ല ഓണസദ്യയാണ് അവിടെയുള്ളത്. അത് കൈകൊണ്ട് ഞാൻ വാരിക്കുഴച്ച് വായിലിട്ട് വയറ്റിലേക്ക് ഇറക്കും. ആ പ്രക്രിയക്കിടയിൽ ഒരു സന്തോഷമുണ്ടാവില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ
ഏത് സമയത്തും അകത്ത് പോകാവുന്ന ഞാൻ എൻ്റെ ഓണം അകത്ത് പോയിട്ട് എന്തെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് സ്വതന്ത്രനാകുന്നത് വരേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ എനിക്ക് ആശംസകൾ ആരും അയക്കണ്ട. അയച്ചാൽ ഞാൻ മറുപടി നൽകില്ല. കാരണം എനിക്ക് ഓണമില്ല. അതുകൊണ്ടാണ്. ഇവിടെ എല്ലാ ഓണത്തിനും ഒരു 100 മുതൽ 120 വരെ ചെറിയൊരു പാക്കുകളിൽ ഈ പോളിത്തീൻ ടൈപ്പ്, ഈ പ്ലാസ്റ്റിക് ടൈപ്പ്, ഈ വലിയ ടൈപ്പ് ഇതുണ്ടല്ലോ മൂടിയുള്ളത്, അത് കുറച്ച് ഇത് ചെറുതാണ്, കുറച്ച് വലുത് വാങ്ങിച്ചിട്ട് അതിൽ 100 മുതൽ 120 വരെ പാത്രങ്ങൾ വാങ്ങിച്ച് അതിൽ പായസം ഉണ്ടാക്കും. പുറത്തുനിന്ന് 1-2 സ്ത്രീകളെ വിളിച്ച് വരുത്തിയിട്ട് അവരാണ് പായസം ഉണ്ടാക്കുക. പിന്നെ നേന്ത്രക്കായുടെ ഉപ്പേരി അതുണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറേ വെളിച്ചെണ്ണ വാങ്ങിക്കണം, അത് പിന്നെ വേസ്റ്റായി പോകും. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കും അത്, നേന്ത്രക്കായ വറുത്തത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് സീഡ്സൊക്കെ ആയിട്ട് ചെറിയൊരു പൊതി വേറെ. ഇതെല്ലാം ചേർത്ത് ചെറിയ പാക്കുകളായിട്ട് അവിടെ എൻ്റെ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്കും മറ്റുള്ള ഒരു ചെറിയൊരു സ്കൂളുണ്ട് അവിടെ. അവർ 30 കുട്ടികളെ പഠിക്കുന്നുള്ളൂ അവിടെ. ഇവിടെ ഇപ്പോൾ ഓണമില്ലല്ലോ, ഓണാഘോഷം ഇവിടെ ഇല്ല. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട്. അതെനിക്കൊരു സന്തോഷമായിരുന്നു, അവർക്കൊരു സന്തോഷം. അതായിരുന്നു എൻ്റെ ഓണാഘോഷം. അതിനെത്തവണ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ ഈ മാസത്തെ ബഡ്ജറ്റ് അതിന് മതിയാവുന്നതല്ല. മലപ്പുറത്ത് പോയിട്ട് അവിടെ 3 ദിവസം വാടകയ്ക്ക് മുറിയെടുത്ത് കേസിൻ്റെ കാര്യങ്ങളും എല്ലാമായിട്ട് തിരിച്ചിവിടെ എത്തിയ സമയത്ത് പിന്നെ ജാമ്യക്കാരുണ്ട്, അവരവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ചിലവെല്ലാം കൂടിയിട്ട് എനിക്കൊരു 50,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ മാത്രമല്ല എൻ്റെ എല്ലാ വിധത്തിലുള്ള മൊബൈലും എല്ലാം പോലീസുകാർ അവരെ ഡ്യൂട്ടി ആയിട്ട് അവർക്ക് എടുത്തു കൊണ്ടുപോകണമല്ലോ. ഒരു കുറ്റകൃത്യം ചെയ്ത് ആ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എടുത്തു കൊണ്ടുപോകണമല്ലോ. അവരെൻ്റെ അനുമതിയോടുകൂടി സ്വാമി എടുത്തു കൊണ്ടുപോകണം, വേറെ ഒന്നും മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തു, സ്നേഹത്തോടു കൂടി തന്നെ. ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ എനിക്കൊരു ഇത് വേണമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ മൊബൈൽ വാങ്ങിച്ചു. അപ്പം എല്ലാം കൂടിയിട്ട് ഒരു 50,000-ന് മേലെ രൂപ എനിക്ക് ചിലവായി. അപ്പം ആയതുകൊണ്ട് തന്നെ ഇനി അതൊന്ന് മേക്കപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തവണത്തെ ഓണാഘോഷം മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാറുള്ള ആ ഓണസദ്യ എന്ന് പറയാം, എൻ്റെ ചെറിയൊരു ഓണസദ്യ, പായസവും മറ്റേ നേന്ത്രക്കായ വറുത്തതും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും സ്വീറ്റ്സൊക്കെയും കൂടിയിട്ടുള്ള, സ്വീറ്റ്സല്ല ചോക്ലേറ്റ്സൊക്കെയും കൂടിയിട്ടുള്ള അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതൊക്കെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഓണം ഉണ്ടല്ലോ, അവർ ഓണം ഉണ്ടല്ലോ വെച്ചാൽ ഊണ് കഴിച്ചല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. അങ്ങേരും ഒപ്പം പിന്നാലെ വാലായിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അയാളേക്ക് നന്നായിട്ട് അവിടെ കുത്തി നിറച്ചിട്ടുണ്ടല്ലോ ഭാഗ്യവാന്മാർ. ജിഹാദി കേരളത്തിൽ ഹിന്ദുക്കളുടെ ഓണം സത്യമാണല്ലോ, ഞാൻ നുണ പറയുന്നതല്ല. എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു, എന്തോ ഒരു മെൻ്റൽ ഡിപ്രഷൻ, എന്തോ ഒരു പാനിക് അവസ്ഥ അവിടെ എല്ലാവർക്കും ഉണ്ട്. കേരളം ഇനി തങ്ങളുടേതല്ല എന്നുള്ളൊരു ബോധം അവരെല്ലാവരുടെയും മനസ്സിലെന്തോ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഏതായാലും ഓണം ആഘോഷിക്കുന്നവർക്കല്ലേ ആശംസകൾ അർപ്പിക്കേണ്ടത്. ഞാൻ ഓണം ആഘോഷിക്കുകയാണെങ്കിൽ ആൾക്കാർ എന്നോട് വിളിച്ചു പറയും, സ്വാമിക്ക് ഇത്തവണത്തെ ഓണത്തിൻ്റെ ആശംസകൾ. ഇത്തവണ എനിക്ക് ഓണമില്ല, ഞാൻ ചത്തിരിക്കുകയാണെന്നർത്ഥം. ഞാൻ ചത്തിരിക്കുകയാണ് എന്നർത്ഥം, ജീവച്ഛവമായിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ ആളുകൾ, ലീഗിൻ്റെ ആളുകളൊക്കെ കൊണ്ട് എനിക്ക് ഇങ്ങനെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചത്തറി പുഷ്പാർച്ചന, മദ്രസ പൊട്ടന്മാരുടെ. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവരവിടെ പഠിക്കുന്നത് പാടുന്നു അത്ര മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കൃത്യമായിട്ട് എന്നോട് മാത്രമല്ല, ഞാൻ കാണുന്നത് ഇപ്പോൾ ഇന്ന് കാലത്ത് എനിക്കൊരാൾ ഇന്ന് കാലത്തും അയച്ചു തന്നു, ലക്ഷ്മി കാനത്ത് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഒരു പോസ്റ്റ്. ഇന്നലെ ഇട്ട പോസ്റ്റിന് ഇന്ന് 2000-ൽ പരം കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. മുഴുവൻ പച്ചത്തെറി. ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ അമ്മയെ, ആ കുട്ടിയുടെ അച്ഛനെ, പിന്നെ ആ കുട്ടിയെ പറയുന്ന വാക്കുകളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അതുപോലെ പച്ചത്തെറി കൊണ്ട് അമർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ലീഗോളികൾ. നടക്കട്ടെ. കാരണം എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും
ആ പഴയ രീതിയിലേക്ക്, ചവിട്ടിക്കൂട്ടുന്ന രീതിയിലേക്ക് ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന പോലെ ഇനി വീണ്ടും കേരളത്തിലേക്ക് ആ ട്രെൻഡ് വന്നാൽ നമുക്കാർക്കും അത് വെച്ചിട്ടോ അയ്യോ കഷ്ടം, മുസ്ലിങ്ങൾക്കുണ്ടല്ലോ അമ്മ പെങ്ങന്മാരും, അവർക്കുണ്ടല്ലോ ജീവിതം, അവർക്കുണ്ടല്ലോ കുഞ്ഞുങ്ങൾ, അവരൊക്കെ ഇങ്ങനെ ചവിട്ടിക്കൂടുന്ന കഷ്ടമല്ലേ എന്നൊരു വാക്ക് പറയാതെ കഴിച്ചു കൂട്ടാവുന്നൊരു സാഹചര്യമാണ് ഇപ്പം എനിക്കുള്ളതെന്ന് അർത്ഥം. അത്രമാത്രം ഇതിൻ്റെയൊക്കെ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ പറയും അയ്യോ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ എന്ന് പറയും. എന്തറിഞ്ഞില്ല? ഈ കുഞ്ഞാലിക്കുട്ടി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. സന്തോഷം എന്നും പറഞ്ഞു. സന്തോഷം എന്നും പറഞ്ഞു. പിന്നെ സന്ദീപ് വാര്യർ അയാൾ വിളിച്ചു എല്ലാം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്ത് ശരിയാക്കാൻ? ഇനി വീണ്ടും മലപ്പുറത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് കേസ് നീട്ടി വെച്ച് വീണ്ടും അങ്ങോട്ട് തല വെച്ച് കൊടുക്കുക. എന്തായാലും ഞാൻ പോകുന്നത് കേരളത്തിലെ ജയിലിലേക്കല്ലേ, ഉഗാണ്ടയിലെ ജയിലിലേക്കൊന്നുമല്ലല്ലോ പോകുന്നത്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഏതെങ്കിലും ഗുദാമിലെ ജയിലിലേക്കല്ലല്ലോ ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ നോർത്ത് കൊറിയയിലത്തെ ഗുദാമിലേക്കല്ലോ ജയിലിലേക്കല്ലോ പോകുന്നത്. നമ്മുടെ ആൾക്കാർ, മലയാളത്തിൽ സംസാരിക്കുന്നവർ, അവർ നടത്തുന്ന ജയിലിലേക്കല്ലേ ഞാൻ പോകുന്നത്. അതങ്ങനെ സന്തോഷമായിട്ട് പോകും. ജയിലിലാകട്ടെ ഈ ഓണം അടുത്ത ഓണം, കാരണം ശിക്ഷ കിട്ടുമ്പോൾ 3 വർഷത്തെ ശിക്ഷയുടെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 3 ഓണം എനിക്ക് ജയിലിലായിരിക്കും. അത് ഞാൻ ഓണം അവിടെ പോയിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഇരുന്നിട്ട് 28 കൂട്ടം വിഭവമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയും ഇതും കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങട് സന്തോഷിക്ക്, കുഞ്ഞാലിക്കുട്ടി സാഹിബേ അങ്ങട് സന്തോഷിക്ക്. ഞങ്ങളോട് കളിച്ചാൽ സന്യാസിയല്ല, ഇനി അപ്പുറത്തെ RSSൻ്റെ സർസംഘചാലകല്ല, ഞങ്ങൾ പിടിച്ചു പിഴിയും. അതല്ലേ നിങ്ങൾ നൽകുന്ന സന്ദേശം? അതാണല്ലോ. നല്ല കാര്യം തന്നെയാണ്. ഇതിനൊക്കെ മറുവശം ഉണ്ടാകും കേട്ടോ. ഒരു രാത്രിക്കൊരു പകല്, ഒരു കയറ്റത്തിനൊരിറക്കം, കണക്ക് ചോദിക്കാതെ ഒരു കാലവും ഒരിക്കലും കടന്നു പോയിട്ടില്ല കേട്ടോ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രം എൻ്റെ ഹൃദയം നിറഞ്ഞതല്ലാത്ത ഓണാശംസകൾ.